എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല ഫ്രൈഡ് എഗ്സ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റ്, മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട ഈ ഗ്രേവിയിലൊക്കെ അതുപോലത്തെയാണ് നമ്മൾ എഗ്ഗ് ഡിഷസൊക്കെ ഉണ്ടാക്കാറ്. ഇത് അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പുഴുങ്ങിയ മുട്ട കൊണ്ട് ഒരു ഫ്രൈഡ് എഗ്ഗാണ്, മസാല ഫ്രൈഡ് എഗ്ഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ നടുക്കിൽ സ്ലൈസ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുകയാണ്. അപ്പോൾ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് പൊട്ടണം. എന്നിട്ട് അടുത്തത് അതിലേക്ക് നമുക്ക് ഇടേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വെളുത്തുള്ളിയുടെ കളറ് മാറണം, ഒരു ബ്രൗൺ കളർ ആവണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. വെളുത്തുള്ളിയുടെ അളവ് നിങ്ങൾക്ക് വെളുത്തുള്ളി കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഇടാൻ കുഴപ്പമില്ല. ഒരു കറിവേപ്പില എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി. നിങ്ങൾക്ക് എരിവിൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം അപ്പോൾ ഈ പൊടികളുടെ ആ ഒരു പച്ച മണം ഒന്ന് പോകണം, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇടുകയാണ്. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, എന്നാലേ മസാല പൊടികളൊക്കെ ഈ മുട്ടയിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മുട്ട പുഴുങ്ങുമ്പോൾ ഒരു ടിപ്പ് ഞാൻ എന്താ പറയാമെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ ആവശ്യം, മുട്ട മുങ്ങുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല കറക്റ്റായിട്ട് പാകമായിട്ട് വെന്തിട്ടും ഉണ്ടാവും, പുഴുങ്ങിയിട്ട് ബോയിലായിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഷെല്ല് പൊട്ടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അതേ മുട്ട 2 സൈഡും നന്നായിട്ട് തിരിച്ചും മറിച്ചു, അതായത് ഓരോ സൈഡ് 2 മിനിറ്റ് വീതം തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ആ മസാലകളൊക്കെ അതിൽ നന്നായിട്ട് കോട്ടായിട്ട് നല്ലൊരു ഫ്രൈ ആയിട്ട് മുട്ട നമുക്കത് ഫ്രൈഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ സൈഡും ഈ 2 മിനിറ്റ് വീതം നമുക്കത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡും കൂടി ഞാൻ തിരിച്ചിടുകയാണ്. മറ്റേ സൈഡും കൂടി ഒരു 2 മിനിറ്റ് നേരം ഫ്രൈ ചെയ്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ മറ്റേ സൈഡും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് പിന്നെയും തിരിച്ചിടാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കാരണം വെളുത്തുള്ളി നന്നായിട്ടത് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഈ മസാല ഇത് കഴിക്കുന്ന സമയത്ത് അത് ആ ഒരു ഫ്രൈ ആയ വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചധികം ചേർക്കാം. അപ്പോൾ അതെ മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് സൈഡ് തിരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ അതേ മുട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ മസാല ഫ്രൈഡ് എഗ്സ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് മുട്ട എല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ലാസ്റ്റായിട്ട് ഒരു നുള്ള്
കുരുമുളകിൻ്റെ പൊടിയും കൂടി ചെറുതായിട്ടൊന്ന് മേലെ തൂവി കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡ് ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടി 2 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഫ്രൈഡ് എഗ്സ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതൊരു എഗ് ലവേഴ്സ് റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മുട്ട ഇഷ്ടമുള്ള ആൾക്കാർക്കുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ മസാല ഫ്രൈഡ് എഗ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കറി അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്പെഷ്യലി എഗ് ലവേഴ്സിന് പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.